नमः। श्री चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वापदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सघन रघुनाथान्वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पद्रूपस्य कृपा सिन्धुभ्य विचां पतितनां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे। जय ശ്രീ ചൈതന്യ മഹാപ്രഭു കി ജയ്. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ത്യലീലയില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് രാമാനന്ദറായിയായിട്ട് നമ്മള് രാമാനന്ദറായിയുടെ മഹത്വം ബേസിക്കലി, അതായത് പ്രദ്യുമ്ന മിശ്ര വന്ന് രാമാനന്ദറായിയുടെ അടുത്ത് അല്ല ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഫസ്റ്റ് കൃഷ്ണന്റെ ലീല പഠിക്കണം, കേൾക്കണം, കൃഷ്ണന്റെ കഥകൾ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാനൊരു ജസ്റ്റ് ഒരു സാധാരണ സന്യാസിയാണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത സന്യാസിയാണ്, ഞാൻ ജസ്റ്റ് കൃഷ്ണന്റെ നാമം മാത്രം ജപിക്കുന്ന ഒരു സന്യാസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷ്ണന്റെ ലീലയെ കുറിച്ച് അറിയത്തില്ല. കൃഷ്ണന്റെ ലീലയെ കുറിച്ച് അറിയണമെങ്കിൽ രാമാനന്ദറായുടെ അടുത്ത് പോകണം. രാമാനന്ദറായുടെ അടുത്ത് ചെന്നപ്പോഴാണ് പ്രദ്യുമ്ന മിശ്ര കാണുന്നത് രാമാനന്ദറായി ഒഡീസി കളിക്കുന്ന പെണ്ണുങ്ങൾക്ക്, നഗ്നനായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഓയിൽ മസാജ് വഴി ചെയ്യുന്നത്. അത് കണ്ടിട്ട് തിരിച്ചു പോവുകയും പിന്നെ രണ്ടാമത് ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭു നിർബന്ധിച്ച് പറഞ്ഞു, നീ കൃഷ്ണന് രാമാനന്ദറായ പെണ്ണുങ്ങളെ തൊടുന്നുണ്ടെങ്കിലും അതൊരു പാവയെ തൊടുന്ന ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ഈവൻ ചൈതന്യ മഹാപ്രഭു സ്വയം പറയുകയാണ്, ഞാൻ ഒരു പെണ്ണിനെ തൊട്ട ചിലപ്പോൾ എനിക്ക് വികാരം വരാം, പക്ഷെ രാമാനന്ദറായിക്ക് ഒരിക്കലും ഒരു വികാരവും ഇല്ല എന്നുള്ള ആ രീതി പറഞ്ഞിട്ട് പ്രകീർത്തിച്ചിട്ട് തന്റെ ഭക്തരെ പറഞ്ഞ് പ്രകീർത്തിച്ചതിന് ശേഷം പ്രദ്യുമ്ന മിശ്ര എൻ്റെ അടുത്ത് പോയി വീണ്ടും രാമാനന്ദറായുടെ അടുത്ത് പോയി പറയുകയും കഥ പറഞ്ഞ് ആ കൃഷ്ണലീലയില് അവര് അതിന്റെ അമൃതത്തിൽ രണ്ടുപേരും ആറാടി ഉല്ലസിക്കുന്ന കഥ നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇനി അടുത്തത് എങ്ങനെയാണ് രഘുനാഥ ദാസ ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിന്റെ മെർസി കംപ്ലീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ ലഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിന് ശേഷം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയില് താമസിക്കായിരുന്നു, ഭക്തന്മാരുടെ കൂടെ തന്നെ താമസിക്കായിരുന്നു. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭക്തരെന്ന് പറയുന്നത് രാമാനന്ദറായും സ്വരൂപ് ദാമോദറുമാണ്. സ്വരൂപ് ദാമോദർ ഗോസ്വാമി നമ്മള് കൃഷ്ണന്റെ ലീലയിൽ പോകുമ്പോൾ കൃഷ്ണന്റെ കൂടെ പേഴ്സണലി സുബലനായിട്ട് ഒരു ഇടയനായിട്ട്, സുബലൻ എന്നുള്ള ഇടയൻ എപ്പോഴും ചൈതന്യ മഹാപ്രഭു കൃഷ്ണന് സന്തോഷം കൊടുക്കുകയും എപ്പോഴെല്ലാം രാധാറാണിയിൽ നിന്ന് സെപ്പറേഷൻ വരുന്നുണ്ടോ അപ്പോഴെല്ലാം സുബലനായിരുന്നു കൃഷ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സുബലനെ പോലെയാണ് രാമാനന്ദറായി ചൈതന്യ മഹാപ്രഭുവിന് ഇപ്പം ചൈതന്യ ലീലയിൽ ഹാപ്പിനെസ് കൊടുത്തത്. ഇതേപോലെ രാധാറാണിക്ക് എപ്പോഴെല്ലാം കൃഷ്ണന്റെ നിന്ന് സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ലളിത സഖി രാമാനന്ദറായിക്ക് ലളിത സഖി രാധാറാണിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് സാന്ത്വനപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതേപോലെ ആ ലളിത സഖിയാണ് ഇവിടെ ചൈതന്യ ലീലയില് രാമാനന്ദറായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ രാമാനന്ദറായും സ്വരൂപ് ദാമോദറിന്റെയും പൊസിഷൻ അത്രയും ഹൈ ആയിട്ടുള്ളതാണ്. കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കവിതയോ കൃതിയോ ആർക്കെങ്കിലും പ്രസന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്വരൂപ് ദാമോദർ സർട്ടിഫൈ ചെയ്താലേ കൊടുക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു. അത്രയും സ്വരൂപ് ദാമോദർ വായിച്ചിട്ട് അതില് വിരോധാഭാസം ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചൈതന്യ മഹാപ്രഭുവിന് കിട്ടുള്ളൂ. ഇനി രഘുനാഥ് ദാസ ഗോസ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഷഡ് ഗോസ്വാമികളിൽ ഒരാളാണ്. അപ്പം രഘുനാഥ് ദാസ ഗോസ്വാമി തുടക്കത്തില് ചൈതന്യ മഹാപ്രഭുവിനെ ശാന്തിപുരത്തിൽ വെച്ച് കണ്ടു. പക്ഷെ അവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് പോയി ചെന്നൈ അമ്മാവന്റെയും കൂടെ താമസിക്കാനാണ് പറഞ്ഞത്. അവര് ഭയങ്കര പണക്കാരായിരുന്നു.
പക്ഷെ ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ കാരണം പോയി ആ ഒരു കറക്റ്റ് ഒരു എന്താ പറയണ പിശുക്കനെ പോലെ അല്ലെങ്കിൽ ഭൗതികമാതിയെ പോലെ തന്നെ ജീവിതകാലം കംപ്ലീറ്റ് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു രഘുനാഥ് ദാസ് ഗോസ്വാമി. പക്ഷേ ആക്ച്വലി അകത്ത് പുള്ളിക്കാരൻ ഉരുകുകയായിരുന്നു. ഫുള്ളി റിനൗൺസ്ഡ് ആണ് വെളിയിൽ. പക്ഷെ ഓരോ ആണ് പൈസയ്ക്കും കണക്ക് പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളെ പോലെ നിൽക്കും. ഭയങ്കര പിശുക്കനായിട്ടുള്ള ബിസിനസ്സിനെ പോലെ നിൽക്കും. അപ്പൊ ഇത് എക്സ്റ്റേണലി ഇങ്ങനെ കാണിച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി. ഓ, എന്റെ മോൻ നല്ലതായിട്ടാണ് പോകുന്നത്, നമ്മളെ പോലെ തന്നെ പൈസയ്ക്കും താല്പര്യമുണ്ട്, പൈസയുടെ അടുത്ത് ബിസിനസ്സിൽ താല്പര്യമുണ്ട് എന്നൊക്കെ അച്ഛനും അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടി. പക്ഷെ അകത്താണെങ്കിൽ പുള്ളിക്കാരൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ മീറ്റ് ചെയ്യാൻ പറ്റും, എപ്പോൾ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് സേവ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഈ ഇവര് ഭയങ്കര പണക്കാരായതുകൊണ്ട് തന്നെ ടാക്സ് കളക്ട് ചെയ്യാൻ മുസ്ലിംസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സപ്തഗ്രാമ എന്ന് പറയുന്ന സ്ഥലത്തെ ടാക്സ് കളക്ട് ചെയ്യുന്നയാളാണ് രഘുനാഥൻ ദാസിന്റെ അങ്കിള്, അതായത് ഹിരണ്യദാസ് എന്ന് പറയും. അപ്പൊ ഹിരണ്യദാസനുമായിട്ട് മുസ്ലിംസ് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. മുസ്ലിം ഭരണകർത്താവ് ഈ ഗവൺമെന്റിന്റെ ടാക്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ടാക്സ് കളക്ടറിന് എത്തിക്കണം, അതായിരുന്നു ഉദ്ദേശം. ഇവിടുത്തെ ലോക്കൽ ടാക്സ് കളക്ടറായിട്ട് ഹിരണ്യദാസ് ആയിരിക്കും. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം കാരണം ആ പൊസിഷൻ പുള്ളിക്കാരന് പോയി. അതായത് ഹിരണ്യദാസൻ അല്ലെങ്കിൽ എത്ര പറയണ 2 കോടി സ്വർണ്ണ കോയിൻസ് കളക്ട് ചെയ്തതിനു ശേഷം അതിൽ 1.5 കോടിയെ ഗവൺമെന്റിന് കൊടുത്തു. 1.5 കോടി കൊടുക്കേണ്ടതാ, 1/2 കോടി പുള്ളിക്കാരൻ വെക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ കൊടുത്തത്, ഗവൺമെന്റിന് കൊടുത്തത് 1,20,00,000 മാത്രമേ കൊടുത്തു. അപ്പം ഇത് പ്രോഫിറ്റ് ആക്കി വെച്ച് സ്വന്തമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇത് കണ്ടിട്ട് മുസ്ലിം ചൗധരി അത് ദേഷ്യപ്പെടുകയും അത് വിളിച്ചെടുത്ത് കൊണ്ടുവരികയും ചെയ്തു. അപ്പം ഇത് കണ്ട ചൗധരി മിനിസ്റ്റർ ഇൻചാർജിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച് ഇയാൾക്കെതിരെ പൊളിറ്റിക്സ് എല്ലാം കളിച്ച് അവസാനം അറസ്റ്റ് ചെയ്യാൻ ഹിരണ്യദാസനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പൊ ഇത് അറിഞ്ഞ് ഹിരണ്യദാസൻ വീട് വിട്ടാൻ പോയി. അപ്പം വീട്ടിലുണ്ടായിരുന്ന രഘുനാഥ് ദാസനെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നിട്ട് രഘുനാഥ് ദാസ ജയിലിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും രഘുനാഥ് ദാസയുടെ അടുത്ത് വന്ന് പറയും, നീ നിന്റെ അച്ഛനെയും നിന്റെ അമ്മാവനെയും കൊണ്ടുപോകാൻ, നിനക്ക് ഫ്രീ ആകാം, ഇല്ലെങ്കിൽ നിന്നെ പണിഷ് ചെയ്യും. നിന്നെ പണിഷ് ചെയ്യുന്ന പറഞ്ഞാൽ 3rd ഡിഗ്രി ടോർച്ചർ കൊടുക്കാൻ നോക്കുമ്പം രഘുനാഥ് ദാസന്റെ മുഖം കാണുമ്പോഴത്തേക്ക് ആ മുസ്ലിമായിട്ടും അയാളുടെ മനസ്സ് മാറുന്നുണ്ട്. അയാൾക്ക് അടിക്കാനേ പറ്റുന്നില്ല. അടിക്കാൻ വേണ്ടിയുള്ള ഇന്റൻഷൻ കൊണ്ട് വരും, പക്ഷെ രഘുനാഥനെ കാണുമ്പോൾ പിന്നെ അങ്ങ് മനസ്സരിഞ്ഞു. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ മേഴ്സി എന്ന് പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരൻ തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് എനിക്ക് പറ്റുന്നതെന്ന്. പുള്ളിക്കാരനെ കാണുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ രഘുനാഥ് ദാസൻ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ചെയ്, എന്റെ അച്ഛനും അമ്മാവനും അങ്ങയുടെ കൂട്ടുകാരൻ, അങ്ങയുടെ ബ്രദറാണ്, സഹോദരന് തുല്യമാണ്. നിങ്ങളെല്ലാരും പരസ്പരം അടി ഉണ്ടാക്കുവാണ് എന്തോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട്. ചില സമയത്ത് നമുക്ക് കാണാം ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, ചില സമയത്ത് പിണങ്ങും, ചില സമയത്ത് ഇണങ്ങും. ഇതൊന്നും വലിയ കുറെ നാളത്തേക്ക് നിൽക്കത്തില്ല. ഇപ്പൊ എനിക്കറിയത്തില്ല നിങ്ങൾ എന്തിനാ വഴക്കിടുന്നതെന്ന്. നാളെ നിങ്ങളെല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാന് എൻ്റെ അച്ഛൻ്റെ മകനാണ്, അതേപോലെ തന്നെ ഞാൻ നിന്റെയും മകനാണ്, കാരണം നിങ്ങളെല്ലാം ബ്രദേഴ്സാണ്. അപ്പൊ ഞാൻ നിന്നിൽ കംപ്ലീറ്റ് ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അല്ല, അങ്ങ് എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിനർ ആയതുകൊണ്ട് തന്നെ ആ അധികാരമുണ്ട് അങ്ങക്ക് എന്നെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങക്ക് അങ്ങയുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം അറിയാം. ആക്ച്വലി ഒരു സാധു തന്നെയാണ് അങ്ങ്, അതുകൊണ്ട് ധൈര്യമായിട്ട് എന്നെ പണിഷ് ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ ഇങ്ങനെ നല്ല വാക്കുകൾ രഘുനാഥദാസ് ഗോസ്വാമി പറഞ്ഞപ്പോഴത്തേക്ക് ആ മുസ്ലിമായിട്ടും അയാളുടെ മനസ്സും മെൽട്ടായി. എന്നിട്ട് അയാൾ തന്നെ കരയാൻ തുടങ്ങി. അയാൾ കരഞ്ഞ് അയാൾ ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ രഘുനാഥദാസ, ആക്ച്വലി നീ എൻ്റെ മകൻ തന്നെയാണ്. ഇന്നോട്ട് ഞാൻ
ഏതെങ്കിലും ഒരു വഴിയിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്യാൻ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം പിന്നെ ഈ ചൗധരി പോയി മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ച് രഘുനാഥ് ദാസിനെ റിലീസ് ചെയ്യിച്ചു ജയിലിൽ നിന്ന്. എന്നിട്ട് വളരെ സ്നേഹത്തോടെ രഘുനാഥ് ദാസിന്റെ അടുത്ത് സംസാരിച്ചു. എടാ, നിന്റെ അച്ഛൻ ഒരു പൊട്ടനാണ്, അവന് ഈ ഗവൺമെന്റിന് കൊടുക്കേണ്ട എക്സ്ട്രാ കോയിൻസ് അവൻ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനും ഇതിൽ ഷെയർ ഹോൾഡറാണ്, അതുകൊണ്ട് എനിക്കും ആ മുക്കിയതിൽ കുറച്ചെങ്കിലും എനിക്ക് തന്ന ഞാൻ ഇത് സോർട്ട് ഔട്ട് ചെയ്യാം, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഒരു ചെയ്യും, നീ അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുക, എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ച് അച്ഛനും നിന്റെ അമ്മാവനുമായിട്ട് കുറച്ച് ഒരു സന്ധി സംഭാഷണത്തിനുള്ള ഏർപ്പാടെങ്കിലും നീ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ രഘുനാഥന്റെ അടുത്ത് ഈ ഒരു ടാസ്ക് കൊടുത്തിട്ട് മുസ്ലിം ചൗധരി വിട്ടു. അപ്പൊ ഉടനെ തന്നെ രഘുനാഥനെ എന്ത് ചെയ്തു, അമ്മാവനെയും അച്ഛനെയും വിളിച്ചിട്ട് ചൗധരിയായിട്ട് ഒരു ട്രീറ്റി, ഒരു എഗ്രിമെന്റ്, ഒരു മീറ്റിംഗ്, സീക്രട്ട് എന്നൊക്കെ നടക്കുന്ന പോലെ, പൊളിറ്റിക്സിന്റെ സീക്രട്ട് ചാക്കുപിടുത്തം പോലെ നടക്കുന്ന പോലെ ചെയ്തു വെച്ചിട്ട് ആ പൈസ ഇവർ മൂന്നുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ സെറ്റിലാക്കി. അതോടുകൂടി എല്ലാ മാറ്ററും പൊളിറ്റിക്സലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. അപ്പൊ ഇങ്ങനെ രഘുനാഥ് ദാസ് ബിസിനസ്സിലും പൊളിറ്റിക്സിലും എല്ലാത്തിലും എക്സ്പേർട്ടായിട്ട് നിൽക്കുമ്പം ആൾക്കാർക്ക് ഒരു സംശയമില്ല, കുടുംബത്തിലുള്ള ഒരാൾക്കും സംശയമില്ല ഇയാള് ഓക്കെ സ്പിരിച്വലി ഓറിയന്റഡ് ആണ്, ചാൻഡ് ചെയ്യുന്നുണ്ടോ, ഭാഗവതം പഠിക്കുന്നുണ്ടോ, ഇതൊന്നും ആ ഒരു ആൾക്കാർക്കും സംശയമേ ഇല്ല. ഇത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം പലരുടെയും ചില മാതാജിമാരുടെ പ്രശ്നങ്ങൾ കാണും, അവർക്ക് പ്രഭൂസ് സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ചില സ്ഥലത്ത് പ്രഭൂസിനായിരിക്കും പ്രശ്നം, മാതാജീസ് സമ്മതിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി കാണിക്കുന്നത്. അതായത് ഇന്റേണലി സ്പിരിച്വലി ഓറിയന്റഡും എക്സ്റ്റേണലി ഫുള്ളി മെറ്റീരിയൽ. നമുക്ക് ഒരിക്കലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഭക്തനാണോ ഭൗതികവാദിയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം അവരുടെ അത് അങ്ങനെയായിരിക്കും അവരുടെ ആചാരം. വെളിയില് നമുക്ക് ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തും പല പല ഡിവോട്ടീസിനെ നോക്കിയാലും അവരൊക്കെ ഭൗതികത്തില് അങ്ങേയറ്റത്തെ പൊസിഷനിലായിരിക്കും. ഒരിക്കലും അവരുടെ ഡിവോട്ടി ആണെന്ന് ഒരു ഹിന്റും തരത്തില്ല. പക്ഷെ അവര് പ്രോഗ്രാം നടത്തുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ പക്ക ഡിവോട്ടി ആയിരിക്കും. ഡിവോട്ടി തന്നെ അവര് ഡിവോഷണൽ സർവീസിൽ അവർ അഗ്രഗണ്യരായിരിക്കും. എത്രത്തോളം അവർ ഭൗതികതയിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ അത്രയും അതിനെക്കാട്ടിലും അവർ സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇവിടെ ദുബൈയിലാണെങ്കിലും നമുക്ക് കാണാവുന്നതാണ് ഡിവോട്ടീസിനെ, അതേപോലെ സിംഗപ്പൂരിലാണെങ്കിലും കാണാവുന്നതാണ്, മെൽബണിലാണെങ്കിലും കാണാവുന്നതാണ്, എല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്. സ്പിരിച്വലി ആ ഓരോരുത്തരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് നമ്മുടെ സിംഗപ്പൂരില് ദേവിനന്ദൻ പ്രഭു, പുള്ളിക്കാരൻ വക്കീലാണ്. ഇപ്പം ഇവിടുത്തെ നമ്മുടെ GBCയിലെ ലീഗൽ അഡ്വൈസർ കമ്മിറ്റിയിലെ ഹെഡ്. പുള്ളിക്കാരനെ വക്കീൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഡിവോട്ടി ട്രസ്റ്റിലെ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം ഡിവോട്ടി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പ്രേ ചെയ്യും, നല്ലതായിട്ട് പാട്ടുപാടും, നല്ല ഓർഗനൈസിങ് മാനേജിങ് സ്കിൽസ് എല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയപ്പോൾ പുള്ളിക്കാരനെ വക്കീൽ ഡ്രസ്സിൽ കണ്ടപ്പം എനിക്ക് പുള്ളിക്കാരനെ മനസ്സിലായില്ല ആക്ച്വലി, സത്യം പറഞ്ഞ. കാരണം കംപ്ലീറ്റ്ലി വ്യത്യാസമായിരുന്നു. ഒരു ഈവൻ മാല പോലും ഇല്ല, തുളസിമാല പോലും ഇല്ല കഴുത്തില്. അത് അകത്ത് വെച്ചേക്കുവാണ്, ഡ്രസ്സിനകത്ത് വെച്ചേക്കുവാണ്, നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. അപ്പൊ ആ രീതിയിൽ ഒരു ഹിന്റും കൊടുക്കാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ കോർട്ടിൽ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായത് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ള ഡിവോട്ടീസ് ആണ്. ഇവിടെ ദുബായിലും അതേപോലെ തന്നെ ഞാൻ ഒന്നേ പോയുള്ളൂ, അവിടെ കണ്ടത് ഒരു സ്കൂളുണ്ട്. സ്കൂളിലെ ഓണർ തന്നെ ഡിവോട്ടിയാണ്, 40 വർഷമായിട്ട് അവിടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സ്കൂളിൽ തന്നെ. അപ്പൊ സാറ്റർഡേ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ ഈ സ്കൂള് അമ്പലമായിട്ട് മാറും. അതാണ് ആ രീതിയിൽ. അതായത് സ്കൂളിൽ നമുക്കറിയാം എങ്ങനെ നടത്തണമെങ്കിൽ ഫീസ് വേണം, അതെല്ലാം വേണം, ആ പക്ക സ്ട്രിക്റ്റ് ആയാലേ പറ്റൂ, ഫീസ് തരൂ, അങ്ങനെ എല്ലാം സ്ട്രിക്റ്റ് ആണ്. അതേസമയം സാറ്റർഡേ സൺഡേ ആകുമ്പോഴത്തേക്ക് സ്കൂൾ അവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇത് നമ്മൾ ഇംബൈവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, പഠിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ നമുക്ക് സ്പിരിച്വലി പ്രോഗ്രസ് ചെയ്യാം മറ്റുള്ളവരുടെ അടുത്ത് കോൺഫ്രണ്ട് ചെയ്യാതെ.
അപ്പൊ രഘുനാഥ് ദാസ ഇതേപോലെ നടക്കുകയായിരുന്നു. അപ്പൊ ഒരു വർഷം ഇതുപോലെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ്മാനെ പോലെ നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷമായപ്പോൾ പുള്ളിക്കാരൻ തീരുമാനിച്ചു, ഇനി ഞാൻ മതി, ഞാൻ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ ഡയറക്റ്റായിട്ട് സേവ് ചെയ്യേണ്ട സമയമായി. ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റു, എന്നിട്ട് വീട് വിട്ടിറങ്ങി ഓടിപ്പോയി, ഒളിച്ചോടി. പക്ഷെ പുള്ളിക്കാരന്റെ അച്ഛൻ ഇത് എക്സ്പെർട്ട് ആയിരുന്നു. പുള്ളിക്കാരന്റെ അച്ഛൻ സ്പെഷ്യൽ ഗാർഡ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ അച്ഛൻ പിടിച്ചോണ്ട് പോകും. വീട്ടിൽ നിന്ന് വളരെ ദൂരെ നിന്നാണ് പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ജഗന്നാഥദാസ പല സമയത്ത് ഓൾമോസ്റ്റ് ഡെയിലി ഒളിച്ചോടാം, വീട്ടിൽ നിന്ന് ഒളിച്ചോടും. പുള്ളിക്കാരന്റെ അച്ഛന്റെ ജോലി പുള്ളിക്കാരനെ പിടിച്ചോണ്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് രഘുനാഥദാസന്റെ അമ്മ പറഞ്ഞ, ഇത് ഭയങ്കര കഷ്ടമായിപ്പോയി, ഇവനെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഒളിച്ചോടുന്നത്, നിങ്ങൾ പിടിച്ചോണ്ട് വരുന്നത്. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തോന്നുന്നത് നമ്മുടെ മകന് ചെറുതായിട്ട് ഭ്രാന്ത് പിടിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പുള്ളിക്കാരനെ നല്ല സൗന്ദര്യമുണ്ട്, പുള്ളിക്കാരന് പൈസയുണ്ട്, പുള്ളിക്കാരന് പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിയുണ്ട്. ഈ കൊച്ചിനെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടോ റോപ്സ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് കയറുകൊണ്ട് കെട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് പകരം നമുക്ക് പുള്ളിക്കാരനെ കല്യാണം കഴിപ്പിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള ചിന്ത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിനെയാണ് ജഗന്നാഥ് ദാസ ഗോസ്വാമി എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചൈതന്യ മഹാപ്രഭു എന്നാണ് എനിക്ക് അങ്ങയുടെ ഫുൾ മെർസി കിട്ടുന്നത്? ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവയിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പ്ലീഡ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് ചെന്നിട്ട് പാനിഹട്ടി വെച്ചിട്ട് നിത്യാനന്ദ പ്രഭുവിനെ കാണുകയും, നിത്യാനന്ദ പ്രഭു കള്ളനാണ് ഇവനെ എന്ന് പറഞ്ഞിട്ട് ശിക്ഷയായിട്ട് പാനിഹട്ടി എന്നുള്ള ഫെസ്റ്റിവൽ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. അങ്ങനെ അവിടെ പാനിഹട്ടി ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ രഘുനാഥദാസ് ഗോസ്വാമി ആ വില്ലേജിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ എല്ലാ ദഹിയും ചോറും ബ്രോക്കൺ റൈസും വാങ്ങിച്ച് പാനിഹട്ടി ഫെസ്റ്റിവൽ നടത്തി, ആദ്യത്തെ പാനിഹട്ടി ഫെസ്റ്റിവൽ. അപ്പം അവിടെ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് ആദ്യമേ പോകുന്നില്ല, പിന്നെ അവസാനം എടാ കള്ള നീ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് ഈ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര പേരാണ് ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ആർക്കുള്ള ആഹാരം കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്, അടുത്തുള്ള വില്ലേജിലുള്ള ബിസിനസ് ആൾക്കാർ, റൈസിന്റെയും കേടിന്റെയും ആൾക്കാർ ഓടി വന്നിട്ട് ആ സ്ഥലത്തെത്തി, പാനിഹട്ടിയിലെത്തി. ഇത് കണ്ടിട്ട് രഘുനാഥ് സ്വാമി അവരുടെ എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് അവരുടെ പണിക്കാരെ കൊണ്ട് എല്ലാം ഉണ്ടാക്കി ദാനം ചെയ്യിപ്പിച്ചു. ഈ സമയത്ത് ചൈതന്യ മഹാപ്രഭു അവിടെ എത്തി. എന്നിട്ട് നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും കൂടെ ഇരുന്ന് കഴിക്കുകയും, മറ്റുള്ള ഡിവോട്ടീസ്, അവിടെ ഉണ്ടായിരുന്ന ഡിവോട്ടീസ് കുറച്ചു പേർക്ക് മാത്രമേ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിത്യാനന്ദ പ്രഭുവിനെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും വളരെ സ്നേഹത്തോടെ പരസ്പരം പാത്രങ്ങളിൽ നിന്ന് എടുത്ത് കഴിക്കുകയും അങ്ങനെയുള്ള ലീലകളെല്ലാം അവിടെ നടന്നു. ഇതെല്ലാം ഞാൻ നേരത്തെ വർണ്ണിച്ചായിരുന്നു, നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പാനിഹട്ടിയുടെ സമയത്ത്. അപ്പൊ ഇതിനുശേഷം നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ കഴിക്കുന്ന കണ്ടിട്ട് രഘുനാഥ് ദാസ ഗോസ്വാമി വളരെയധികം സന്തോഷപ്പെട്ടു. എന്നിട്ട് അവര് രണ്ടുപേരും വളരെ നല്ലൊരു കീർത്തനവും നടത്തി. അവിടെ വളരെ ഒരു എന്താ പറയണ, ചൈതന്യ മഹാപ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിനെ നേരിട്ട് കാണാനുള്ള സന്തോഷത്തോടെ രഘുനാഥ ഗോസ്വാമി വളരെയധികം ഈഗർനെസ്സോടെ സേവ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിത്യാനന്ദ പ്രഭുവിനെ പൂജിക്കുകയും, നിത്യാനന്ദ പ്രഭുവിനെ പൂജിച്ചതിന് ശേഷം ഡിവോട്ടീസിനെ എല്ലാം അനുഗ്രഹിച്ചു നിത്യാനന്ദ പ്രഭുവിടെ. ഒടുവില് രഘുനാഥ് ദാസ് ഗോസ്വാമി എല്ലാ ദിവസവും കുറച്ച് ദിവസത്തേക്ക് അവിടെ നിത്യാനന്ദ പ്രഭു ഉണ്ടായിരുന്ന സ്ഥലത്തോളം, പനിയട്ടിയുടെ അടുത്ത് ഉണ്ടായിരുന്ന സ്ഥലത്തോളം ആഹാരങ്ങളെല്ലാം സപ്ലൈ ചെയ്തത് രഘുനാഥ് ദാസ് ഗോസ്വാമി. ഇപ്പം ആക്ച്വലി അവിടെ വേറൊരു ഡിവോട്ടി കൂടെ ഉണ്ടായിരുന്നു, രാഘവ പണ്ഡിറ്റും. അപ്പൊ രാഘവ പണ്ഡിറ്റും ഇതേപോലെ തന്നെ
ചൈതന്യ എന്താ പറയണ രഘുനാഥ ഗോസ്വാമിയെ പോലെ തന്നെ വളരെ വളരെ ഭയങ്കര ഭക്തിയുള്ള ഒരു ഡിവോട്ടി ആയിരുന്നു. അപ്പം രാഘവ പണ്ഡിറ്റും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഓഫർ ചെയ്യും, പുള്ളിക്കാരന്റെ ഡയറ്റീസിന് ഓഫർ ചെയ്തിട്ട് ആ പ്രസാദം ഓഫർ ചെയ്യുമ്പോൾ, ഡയറ്റിക്ക് ഓഫർ ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു അവിടെ എത്തിയിട്ട് പ്രസാദം എടുത്ത് കഴിക്കും, ഡയറക്റ്റ് ആയിട്ട് പ്രസാദം കഴിക്കും. അപ്പൊ എപ്പോഴാണോ രാഘവ പണ്ഡിറ്റ് സ്വന്തം ഡയറ്റീസിന് ഓഫർ ചെയ്യുന്നത്, മനസ്സിൽ അതിന് ചൈതന്യ മഹാപ്രഭുവിന് ഓഫർ ചെയ്യും. ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അത് കഴിച്ചിട്ട് പോകും. അപ്പൊ ഇത് കണ്ടു ഇത് പക്ഷെ രാഘവ പണ്ഡിറ്റ് ആരുടെ പറഞ്ഞിട്ടില്ല, സീക്രട്ട് ആയിട്ട് വെച്ചിരുന്ന കാര്യമാണ്. രാഘവ പണ്ഡിറ്റ് ആക്ച്വലി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ, എന്താ പറയണ, വെറൈറ്റീസ് ആക്ച്വലി നമുക്കൊരു പ്രചോദനമാണ്. ആക്ച്വലി ഇങ്ങനെയാണ് രാധാറാണി കൃഷ്ണന് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത്, അതേപോലെയാണ് അതേ മെന്റാലിറ്റിയിലാണ് രാഘവ പണ്ഡിറ്റ് ഉണ്ടാക്കിയത്. ഈ മണവും ഇതെല്ലാം പ്രസന്റേഷൻസ് കാണുമ്പം ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും വളരെ ആകൃഷ്ടരാകുക ചെയ്യുന്നത്. അപ്പം എന്താ പറയണ, ഈ സമയത്താണ് എന്താ പറയണ, പാണിഹട്ടി നടന്ന് പാണിഹട്ടിയുടെ അടുത്താണ് വെച്ചാണ് രാഘവ പണ്ഡിറ്റ് ഈ നിത്യാനന്ദ പ്രഭുവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിന് ആഹാരം കൊടുത്തു കഴിഞ്ഞപ്പം രാഘവ പണ്ഡിറ്റിന്റെ അടുത്ത് ആൾക്കാർ കഴിക്കാൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ രീതിയിൽ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ഉച്ചിഷ്ടവും കഴിക്കാനുള്ള അവസരവും കിട്ടി പാനിഹട്ടിയിൽ വെച്ച്. ഇങ്ങനെ എന്നിട്ട് ഒടുവില് ചൈതന്യ മഹാപ്രഭു എന്തെല്ലാം കഴിച്ചിട്ടുണ്ടോ അതിന്റെ ഈവൻ ബീറ്റിൽ നട്ട് അതിന്റെയും ബാക്കി രാഘവ പണ്ഡിറ്റിന് കഴിക്കാൻ കിട്ടി. ഇത്ര ഒരു മെർസി ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും രാഘവ പണ്ഡിറ്റിനും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സമയത്ത് രഘുനാഥദാസ ഗോസ്വാമി അവിടെ ഉണ്ട്, രാഘവ പണ്ഡിറ്റ് ഉണ്ട്. രണ്ടുപേരും രഘുനാഥദാസ ഗോസ്വാമി ആക്ച്വലി രാഘവ പണ്ഡിറ്റിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകണം, നിത്യാനന്ദ പ്രഭുവിന്റെ പാദം എനിക്ക് വർഷിപ്പ് ചെയ്യണം, പാദപൂജ ചെയ്യണം എന്ന്. അപ്പൊ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, അയ്യോ ഞാൻ ഏറ്റവും പതീതനാണ്, എന്റെ അടുത്ത് എന്റെ കാൽപാദം എന്തിനാ നീ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യണം, നീ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവയാ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്, ചൈതന്യ മഹാപ്രഭുവിനെ സേവ ചെയ്യുന്ന നിനക്കുള്ള ആഗ്രഹം എനിക്കറിയാം, ചൈതന്യ മഹാപ്രഭുവിനെ നീ ഹൃദയത്തിൽ പൂട്ടി വെച്ചേക്കുവാണ്, ഇങ്ങനെയുള്ള നീ കള്ളത്തരം നീ ഒന്നും പറയണ്ട, നിനക്ക് വളരെ അടുത്ത് തന്നെ നിനക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകാനുള്ള അവസരം കിട്ടും എന്ന് നിത്യാനന്ദ പ്രഭു അനുഗ്രഹിച്ചു. അതിനുശേഷം നിത്യാനന്ദ പ്രഭു രഘുനാഥ ഗോസ്വാമിയെ തലയിൽ കാല് വെച്ചിട്ട് അനുഗ്രഹിച്ചു. ഇവർ രണ്ടുപേരും തമ്മിൽ വളരെ നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് രഘുനാഥദാസ് ഗോസ്വാമി നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമി അനുഗ്രഹിച്ചു. അതിനുശേഷം നിത്യാനന്ദ പ്രഭുവിന്റെയും വൈഷ്ണവരുടെയും അടുത്ത് വിട പറഞ്ഞിട്ട് രഘുനാഥദാസ് ഗോസ്വാമി രാഘവ പണ്ഡിറ്റിന്റെ അടുത്ത് ഒരു കാര്യം കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. ഞാന് രാഘവ പണ്ഡിറ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, രാഘവ പണ്ഡിറ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു 100 കോയിൻസ് ഗോൾഡ് കോയിൻസ് തരാം, അതില് 7 തോളാസ് നിത്യാനന്ദ പ്രഭുവിന്റെ ട്രഷറിന് കൊടുക്കാം. രഘുനാഥദാസ് ഗോസ്വാമി പറഞ്ഞു, അയ്യോ ഇങ്ങനെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് സംസാരിക്കരുത്, കാരണം ഞാൻ പ്രസന്റേഷൻ കൊടുക്കുന്നത് നിത്യാനന്ദ പ്രഭുവിനെ ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ രാഘവ പണ്ഡിറ്റ് വഴി രഘുനാഥദാസ് ഗോസ്വാമി ആ പൈസ നിത്യാനന്ദ പ്രഭുവിന്റെ ട്രഷറർക്ക് കൊടുത്തു. ഇതിന് കൊടുത്തതിന് ശേഷം ഈ പൈസ വെച്ചിട്ട് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭു ഒരു അവധൂതനെ പോലെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരനെ എല്ലാ ഡിവോട്ടീസിനെയും വർഷിപ്പ് ചെയ്യാനും പുള്ളിക്കാരനെ ആഹാരം കഴിക്കാനും ഇതിനെല്ലാം ഒരു മെയിൻ്റെനൻസ് ആയിട്ട് രഘുനാഥദാസ് ഗോസ്വാമി കൊടുത്തതാണ്. എന്നിട്ട് ഒടുവിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കത്തിന് ശേഷം രാഘവ പണ്ഡിറ്റിന്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ മെർസിയോടെ നിത്യാനന്ദ പ്രഭു അതും സ്വീകരിച്ചു. ഇങ്ങനെ എവിടെയെല്ലാം രഘുനാഥദാസ് ഗോസ്വാമിക്ക് വൈഷ്ണവരെ സേവ ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം
രഘുനാഥ് ദാസ് ഗോസ്വാമി ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നിത്യാനന്ദ പ്രഭുവിന്റെ എന്താ പറയണ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം കിട്ടിയതോടുകൂടി രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെയധികം വ്യത്യാസത്തോടെയാണ് പെരുമാറാൻ തുടങ്ങിയത്. പുള്ളിക്കാരൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ട് കട്ടിലിൽ കിടക്കത്തില്ല, ഐശ്വര്യങ്ങളൊന്നും താല്പര്യമില്ല. അങ്ങനെ വളരെയധികം എന്താ പറയാ വ്യത്യാസനായിട്ട് മാറി. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഷെല്ലിംഗ് പേഴ്സൺ അല്ലെങ്കിൽ ഷെല്ലിംഗ് ബിസിനസ് പേഴ്സൺ ആയിട്ട് അതിന് പകരം ഒരു സ്പിരിച്വൽ ആംഗിൾ കൊടുക്കാൻ തുടങ്ങി. ഈ ഉദാഹരണത്തിന് പുള്ളിക്കാരനെ വന്നിട്ട് രഘുനാഥദാസിന് വീട്ടിനകത്ത് കിടക്കാതെ ദുർഗാ പണ്ടിലിൽ പോയി കിടക്കും. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? ദുർഗാ പണ്ടിലിന് ചുറ്റിലും വാച്ച്മാനെ വെക്കും, അവിടെ നിന്ന് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും രഘുനാഥദാസയുടെ മനസ്സിങ്ങനെ തുടിക്കുകയാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തെത്തണം, എങ്ങനെ വൃന്ദാവനത്തിലെത്താം, എങ്ങനെ പുരിയിലെത്താം എന്നുള്ള മാത്രമേ ഉള്ളൂ ചിന്ത. അപ്പൊ ഓരോ ദിവസം കിടക്കുമ്പോഴും അച്ഛൻ ഒരു 5-6 വാച്ച്മാനെ വെക്കും, പല രീതിയിൽ, പല ആംഗിളിൽ. എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ ഒരാൾ ഉറങ്ങിപ്പോയി വേറൊരാൾ പിടിക്കണം, ആ രീതിയിൽ 5-6 വാച്ച്മാനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. രഘുനാഥ് ദാസ് ഗോസ്വാമി അതിനിടയിൽ കേട്ടു എല്ലാ ഡിവോട്ടീസ് ജഗന്നാഥ് പുരിയിൽ പോകുന്നുണ്ട്. അപ്പൊ ജഗന്നാഥ് ദാസ് ഗോസ്വാമിക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മുങ്ങുമ്പോൾ ഉടനെ തന്നെ അച്ഛനെ മനസ്സിലാവും ഞാൻ ജഗന്നാഥ് പുരിയിലോട്ട് പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആൾക്കാർ എന്നെ വന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബിലിറ്റീസ് എല്ലാം, കാരണം ഇത് പുള്ളിക്കാരന് എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഒളിച്ചോടി. അതുകൊണ്ട് ആ പ്രോബിലിറ്റീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജഗന്നാഥ് പുരിയിലോട്ട് പോകുന്ന കൂട്ടത്തിൽ പോകണ്ട. അതുകൊണ്ട് പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് പ്ലാൻ ചെയ്തു. ഒരു ദിവസം ദുർഗാ പണ്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഫാമിലി പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, യദുനന്ദ ആചാര്യൻ. പുള്ളിക്കാരൻ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞിട്ട് രാവിലെ മംഗളാരത്തിക്ക് മുമ്പുള്ള ടൈമിൽ അവിടെ എത്തി. എന്നിട്ട് യദുനന്ദ ആചാര്യ പറഞ്ഞു, പുള്ളിക്കാരൻ രഘുനാഥ ദാസ ഗോസ്വാമിയുടെ ഗുരു കൂടെയാണ്. അപ്പം എന്താ പറയണേ, യദുനന്ദ ആചാര്യ ബ്രാഹ്മണനാണെങ്കിലും പുള്ളിക്കാരനെ വളരെയധികം പുള്ളിക്കാരൻ രഘുനാഥ ദാസ ഗോസ്വാമിയുടെ ഗുരു ആയതുകൊണ്ട് തന്നെ വളരെയധികം ആ പൊസിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ യദുനന്ദ ആചാര്യ എന്ന് പറയുന്നത് അദ്വൈത ആചാര്യരുടെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ രഘുനാഥ ദാസ് ഗോസ്വാമിക്ക് യദുനന്ദ ആചാര്യ വളരെ പ്രിയമാണ്, കാരണം വൈഷ്ണവരായിട്ട് കണക്ഷൻ ഉള്ളതാണ്. യദുനന്ദനാചാര്യ ഇനിഷ്യേഷൻ എടുത്തു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വൈഷ്ണവനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷനും രഘുനാഥ് ദാസ് ഗോസ്വാമിയും യദുനന്ദ ആചാര്യയും തമ്മിലുണ്ട്. അപ്പൊ യദുനന്ദ ആചാര്യ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ വീട്ടിലെത്തിയിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി ഇവിടെ പന്തലിൽ കിടക്കുകയാണ്. അപ്പം ഉടനെ രഘുനാഥ് ദാസ് ഗോസ്വാമി സാഷ്ടാംഗം പ്രണാമിച്ചതിന് ശേഷം ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പം യദുനന്ദാചാര്യ പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യൻ എൻ്റെ ഡയറ്റി വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരൻ ആ സേവ നിർത്തി. അപ്പം എനിക്ക് ആ ഡിസൈപ്പിളിന്റെ അടുത്ത് രഘുനാഥ് ദാസ് ഗോസ്വാമി സംസാരിച്ച്, കാരണം വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാനും നെഗോസിയേഷനും രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ മിടുക്കനാണ്. നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് മുസ്ലിം ചൗധരിയെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്. അടിക്കാനുള്ള 3rd ഡിഗ്രി അടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുടെ ജസ്റ്റ് സംസാരത്തിലൂടെ ആ മനസ്സ് മാറ്റി. അത്രയ്ക്ക് എക്സ്പെർട്ടാണ് രഘുനാഥ് ഗോസ്വാമി. അതുകൊണ്ട് തന്നെ യദുനന്ദാചാര്യ വന്ന് പറഞ്ഞു ആ ഡിസൈപ്പിളിനെ ഒന്ന് പുഷ് ചെയ്തിട്ട് ആ ഡയറ്റി സർവീസിൽ ഒന്ന് വരുത്താൻ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് രഘുനാഥ് ദാസ് ഗോസ്വാമി മനസ്സിലാക്കി. ഓക്കെ, ഇതാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. കാരണം ഇപ്പൊ ഞാൻ പോകുന്നത് യദുനന്ദ ആചാര്യരുടെ കൂടെയാണ്, സ്വന്തം ഗുരുവിന്റെ കൂടെയാണ്. അതുകൊണ്ട് ആരും ഒപ്പോസ് ചെയ്യത്തില്ല. അപ്പം രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരു കാര്യം പറഞ്ഞു, ഓക്കെ ഞാൻ ഇത് ഓപ്പർച്യൂണിറ്റി ഞാൻ എടുക്കാം, വിഷമിക്കണ്ട. ഞാൻ ഗുരുവിന്റെ കൂടെ തന്നെ വന്ന് ഞാൻ ആ ഡിസൈപ്പിളിനെ ഇനി വീണ്ടും സ്പിരിച്വൽ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തിയുത ഡയറ്റി സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുഷ് ചെയ്യാം, ഞാൻ സമ്മതിപ്പിക്കാം, നമുക്കിപ്പം തന്നെ പോവാം, ഇനി അച്ഛൻ എഴുന്നേക്കുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി. അപ്പൊ പകുതി എത്തിക്കഴിഞ്ഞപ്പം
അപ്പൊ ഈ ഗാഡ്സും അറിഞ്ഞു, ഓക്കെ ഗുരുവിന്റെ കൂടെയാ പോണത്, കുഴപ്പമില്ല എന്നുള്ള രീതി. അപ്പൊ അങ്ങോട്ട് പോയി. പകുതി ഇത് അപ്പൊ ആരുമില്ല, ഗാഡ്സ് ആരും ഇല്ലേ പുള്ളിക്കാരന്റെ കൂടെ. എന്താചാരിയും അതായത് ഗുരുവും ശിഷ്യനും മാത്രമേ ഉള്ളൂ. കുറച്ച് വഴി എത്തിയപ്പം, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ എത്തിക്കഴിഞ്ഞപ്പം എന്താചാര്യരുടെ അടുത്ത് പറഞ്ഞു രഘുനാഥദാസ് ഗോസ്വാമി, അല്ലയോ ഗുരു, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി ഞാൻ അവനെ ഇൻഡ്യൂസ് ചെയ്തിട്ട്, അവനെ ഫോഴ്സ് ചെയ്ത് അവനെയും കൂട്ടി ഞാൻ അങ്ങയുടെ വീട്ടിലെത്താം. അങ്ങ് ധൈര്യമായിട്ട് അങ്ങയുടെ വീട്ടിൽ പോയി ഇരുന്നോളൂ. ഞാൻ അങ്ങയുടെ ആജ്ഞ പാലിച്ച് ആ ബ്രാഹ്മണനെയും കൂട്ടി വന്നോളാം. അപ്പം യജുനന്ദാചാര്യം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഓ, അത് നല്ല ഒരു കാര്യമാണല്ലോ, ഓക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യജുനന്ദാചാര്യ പോയി. ഉടനെ രഘുനാഥദാസ് ഗോസ്വാമി ഒറ്റയ്ക്കായി. അപ്പൊ ഇത് പുള്ളിക്കാരന് മനസ്സിലായി, ഇതാണ് ഇതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിമിഷം. ഇപ്പം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല. കാരണം ഒരു സെർവന്റും ഇല്ല, ഒരു വാച്ച്മാനും ഇല്ല, ഇപ്പൊ ഗുരുവും പോയി കഴിഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഉടനെ തന്നെ പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് പൂരിയിലോട്ട് പിടിച്ചു. പക്ഷെ അതേസമയം ബംഗാളിലെ ഡിവോട്ടീസ് പൂരിയിലോട്ട് പോകുന്ന ആ വഴി പോയില്ല. കാരണം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടെ കൂടെ പോവുകയാണെങ്കിൽ വാച്ച്മാൻ വന്ന് പിടിക്കും. അതുകൊണ്ട് വേറെ വഴി, അതായത് വില്ലേജിൽ നിന്നുള്ള ഡയറക്റ്റ് വഴി ഒഴികെ ജംഗിൾ വഴി, ജംഗിൾസും കാടുകൾ വഴിയും ആൾക്കാർ പോകാത്ത വഴിയും പോയി പുള്ളിക്കാരൻ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ഒരു 10-30 മൈൽസ് ആണ് പുള്ളിക്കാരൻ ഒരു ദിവസം യാത്ര ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈവനിങ്ങില് ഏതെങ്കിലും ഒരു ഇടയന്മാരുടെ സ്ഥലത്ത് പശുക്കളുടെ ഇടയിൽ റെസ്റ്റ് എടുക്കും. ഇങ്ങനെ പുള്ളിക്കാരൻ പല ദിവസം നടക്കാൻ തുടങ്ങി. ചിലപ്പം ഈ അഴയന്മാരെ ആരെങ്കിലും കാണും, രഘുനാഥദാസ് ഗോസ്വാമി ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. അപ്പം അങ്ങനെ വിശന്ന് കിടക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ പുള്ളിക്കാരൻ തന്റെ ദയാൽ പാല് കൊടുക്കും. അങ്ങനെ രഘുനാഥദാസ് ഗോസ്വാമി ആ പാല് കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ കിടന്നുറങ്ങും. ഒന്ന് ആലോചിക്കണം, പുള്ളിക്കാരനെ ഒരു രാജാവിനെ പോലെ താമസിച്ചിരുന്ന ആളാണ്. അതെല്ലാം ഐശ്വര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വെറും പശുക്കളുടെ ഇടയിൽ ആണ് ഉറങ്ങുന്നത്. പുള്ളിക്കാരൻ അത്രയും വലിയ വൈരാഗ്യമായിരുന്നു. പക്ഷെ അതേസമയം ഒരു 5-6 മണിക്കൂർ മുമ്പ് വരെ ഭയങ്കര പക്ക ബിസിനസ്സുകാരനെ പോലെ ഇരുന്നയാണ്. ഇതായിരുന്നു പുള്ളിക്കാരന്റെ ശരിക്കുള്ള റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത് യജുനന്ദാചാര്യ കുറെ നാളായിട്ട് കുറെ നേരമായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ്. ഇപ്പം വരും തന്റെ ശിഷ്യനും ആ ബ്രാഹ്മണനും ഇപ്പം വരും എന്നുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് അച്ഛന് ഇത് മനസ്സിലായി, രഘുനാഥ ഗോസ്വാമിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അച്ഛന്റെ സെർവൻസ് യജുനന്ദാചാര്യയുടെ വീട്ടിലെത്തി. യജുനന്ദാചാര്യ പറഞ്ഞു, ഞാനും വെയിറ്റ് ചെയ്യാണ്, എന്നെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞാൽ ഇത് കേട്ടതോടുകൂടി രഘുനാഥദാസ് ഗോസ്വാമിയുടെ അച്ഛൻ പറയാം, അയ്യോ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളെ ആ ചെറുക്കനെ ഒളിച്ചോടാനുള്ള ഒരു അവസരം കൊടുത്തത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ബംഗാളിലുള്ള ഡിവോട്ടീസ് എല്ലാം പൂരിയിലോട്ട് പോവാണ്, എനിക്ക് ഉറപ്പാണ് അവരുടെ കൂടെ പോയിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ പടയാളികളെ എല്ലാം അയക്കും. അപ്പം രഘുനാഥദാസ് ഗോസ്വാമി പിടിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിലെ ഡിവോട്ടീസിന്റെ നേതാവിന്റെ പേരായിരുന്നു ശിവാനന്ദ സെൻ. അപ്പൊ ശിവാനന്ദ സെന്റെ അടുത്ത് ഒരു കത്ത് എഴുതിയിട്ട് പടയാളികളെ അയച്ചു. 10 പടയാളികൾ ഓടിയെത്തും. ഒരു ജാങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പം ശിവാനന്ദ സെന്റെ കൂട്ടത്തില് ബംഗാളീസിനെ എല്ലാം കാണും പടയാളികൾ അവരെല്ലാം പിടിച്ചു നിർത്തി ശിവാനന്ദ സെന് കത്ത് കൊടുക്കുകയും, അപ്പൊ ശിവാനന്ദ സെൻ പറയും, എന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥദാസ് ഇവിടെ നിന്ന് എത്തിയിട്ടില്ല. ഒരു തിരിച്ചൊരു കത്ത് എഴുതും, എന്റെ അടുത്ത് എത്തിയിട്ടില്ല, എന്റെ അടുത്ത് എത്തുവാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വിടാം, നിങ്ങൾ തന്നെ സെലക്ട് ഇവരെല്ലാം വെരിഫൈ ചെയ്തിട്ട് വിടും എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി വിട്ടു. പടയാളികളെ എന്നിട്ടും ആ കത്ത് കിട്ടിയിട്ടും ആ കൂട്ടത്തിലെല്ലാം ചെക്ക് ചെയ്തു രഘുനാഥദാസ് ഗോസ്വാമി ഉണ്ടോന്ന്, രഘുനാഥദാസ് ഉണ്ടോന്ന്, ഇല്ല. അവർ തിരിച്ചു പോയി, അച്ഛൻ്റെ അടുത്ത് വന്നു. അതിന് അച്ഛൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും വളരെയധികം സങ്കടമായി. പക്ഷെ ഇതേ സമയം രഘുനാഥ സ്വാമി നേരത്തെ പറഞ്ഞ പോലെ ആട്ടിടമാരുടെ വീട്ടിൽ കിടക്കുകയും ആട്ടിടമാരുടെ പശുക്കളുടെ തൊഴുത്തി കിടക്കുകയും ആട്ടിടമാരുടെ മെർസിയാൽ കുറച്ച് പാല് കുടിക്കുകയും ഉറങ്ങുകയും പിന്നെ അടുത്ത ദിവസം പിന്നെയും നടന്ന് അങ്ങനെ യാത്ര ചെയ്ത് ഛത്രഭോയിലെത്തി. ഛത്രഭോയിൽ അവിടെ പുള്ളിക്കാരൻ പിന്നെയും ജനറൽ പാത്തിൽ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള പാത്തിൽ പോകുന്നതിന് പകരം പുള്ളിക്കാരൻ വീണ്ടും വേറെ വളഞ്ഞു തിരിഞ്ഞ്
ഇപ്പം ജംഗിളില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അവ നേരെയുള്ള ഹൈവേയിലൂടെ പോകുന്നതിന് പകരം അവർ പുള്ളിക്കാരൻ വില്ലേജ് വഴി വില്ലേജ്, നമ്മൾ ഇന്നത്തെ പോലെ എന്താ ഹൈവേ അവോയ്ഡ് ചെയ്തിട്ട്, ടോളുള്ള കാരണം നമ്മൾ ഹൈവേ അവോയ്ഡ് ചെയ്തിട്ട് ലോക്കൽ പാത്ത് എടുക്കുന്ന അല്ലെങ്കിൽ ഇൻസൈഡ് റൂട്ട് എടുക്കുന്ന പോലെ പുള്ളിക്കാരന് പോകാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ കഴിക്കുന്നതൊന്നും ചിന്തിക്കാതെ പല പല ദിവസങ്ങളിലായിട്ട് വിശന്ന് പുരിഞ്ഞു. പക്ഷെ പുള്ളിക്കാരന്റെ മനസ്സിനകത്ത് ആപ്പടെ ഒരു കാര്യമുള്ള ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജത്തില് എത്രയും പെട്ടെന്ന് ഷെൽട്ടർ എടുക്കണം, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തെല്ലാം എവിടുന്നെല്ലാം പിന്നെ കുറച്ച് ഗ്രെയിൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ നിലത്തുള്ള എടുത്ത് കഴിക്കും. ഇങ്ങനെ ജഗന്നാഥ്പുരിയിലെത്തി 12 ദിവസം പുള്ളിക്കാരൻ യാത്ര ചെയ്തു. പക്ഷെ ആ 12 ദിവസത്തില് പുള്ളിക്കാരൻ ആഹാരം കഴിക്കാൻ കിട്ടിയത് 3 ദിവസം. ഇവിടെ രഘുനാഥദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഇപ്പൊ ചൈതന്യ മഹാപ്രഭു തന്റെ സഖാന്മാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു, സ്വരൂപ്താപാന്റെ കൂടെ. അപ്പൊ ഒടുവില് ചൈതന്യ മഹാപ്രഭുവിനെ കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് വളരെയധികം സന്തോഷമായി. വളരെയധികം ദൂരെ നിന്ന് തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോഴേ രഘുനാഥദാസ് ഗോസ്വാമി നിലത്ത് ദണ്ഡവത് പ്രണാമം ചെയ്തു. അപ്പം ആ സമയത്താണ് മുകുന്ദദാസ് അവിടെ പറഞ്ഞു, ഇതാണ് രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥദാസൻ. ഇത് കേട്ടതും ചൈതന്യ മഹാപ്രഭു ഓടി വന്നിട്ട് രഘുനാഥദാസ് ഗോസ്വാമിനെ കെട്ടിപ്പിടിച്ചു. ഇത് പറഞ്ഞു, രഘുനാഥദാസ് ഗോസ്വാമിയെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലിൽ നിന്ന് വിടുന്നുമില്ല എന്ന്. പക്ഷെ ചൈതന്യ മഹാപ്രഭു നിർബന്ധിച്ച് രഘുനാഥദാസ് ഗോസ്വാമിയെ ആലിംഗനം ചെയ്ത് വളരെയധികം സന്തോഷമായി ചൈതന്യ മഹാപ്രഭു നിന്നെ കണ്ട് രഘുനാഥദാസ് ഗോസ്വാമിയെ കണ്ടപ്പോഴത്തേക്ക്. രഘുനാഥദാസ് ഗോസ്വാമി വളരെയധികം ഹ്യൂമിലിറ്റിയോടെ, ഹംബിൾനെസ്സോടുകൂടി, കാരണം പുള്ളിക്കാരന്റെ മനസ്സിൽ ഭയമുണ്ടായിരുന്നു. നേരത്തെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഒരിക്കൽ പോയപ്പം, നീ ഇപ്പം വരണ്ട, നീ വീട്ടിൽ പോയി അച്ഛനെയും അമ്മാവനെയൊക്കെ സേവ ചെയ്യേ എന്ന് പറഞ്ഞ് വിട്ടയാളാണ്. അതുകൊണ്ട് ആ ഭയം രഘുനാഥദാസ് ഗോസ്വാമിയുടെ മനസ്സിലുണ്ട്. വളരെയധികം വിനയത്തോടെ എങ്ങനെയും അങ്ങയുടെ കൂടെ നിൽക്കാനുള്ള അങ്ങയെ ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരം തരണേ എന്നുള്ള ഏണസ്റ്റ് ആയിട്ടുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. അപ്പം ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അല്ലയോ രഘുനാഥദാസ, കൃഷ്ണന്റെ മെർസി എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആണ്. മറ്റുള്ളതിനെക്കാട്ടിലും എന്തിനെക്കാട്ടിലും ശക്തിപരമായിട്ടുള്ള കാര്യമാണ് കൃഷ്ണന്റെ മെർസി എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പം കൃഷ്ണൻ നിന്നെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാല് ഒരു അഗാധമായിട്ടുള്ള ഗർത്തമാണ്. ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ പ്രാർത്ഥന ഇന്ന് കൃഷ്ണൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഈ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൃഷ്ണൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമി പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ അറിയത്തില്ല, എനിക്ക് ആകപ്പാടെ അറിയാവുന്നത് അങ്ങയുടെ മെർസിയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്റെ ജീവനെ രക്ഷിക്കണം, എന്നെ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ. ഇപ്പം ചൈതന്യ ബാബു പറഞ്ഞു, നിന്റെ അച്ഛനും നിന്റെ അമ്മാവനും രണ്ടുപേരും എൻ്റെ അടുത്ത് റിലേഷനിലുള്ളതാണ്. കാരണം അവര് എൻ്റെ ബ്രദേഴ്സാണ്. ത്രൂ മൈ ഗ്രാൻഡ് ഫാദർ, അത് അപ്പൂപ്പൻ വഴി ബ്രദേഴ്സാണ്. നീലാംബർ ചക്രവർത്തി വഴി ബ്രദേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ആക്ച്വലി ഞാൻ അവരെ, അല്ലെങ്കിൽ നീലാംബർ ചക്രവർത്തിയുടെ ബ്രദേഴ്സാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നീയും ഞാനും തമ്മിൽ റിലേഷനുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ അവരോട് റിലേഷനുള്ളതാണ്, എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാം, ജോക്കിംഗ്ലി സംസാരിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, നിന്റെ അച്ഛനും നിന്റെ അമ്മാവനും ഈ ഭൗതിക ലോകത്ത് എൻജോയ് ചെയ്യുന്ന കൃമികളെ പോലെയാണ്. അവര് കാരണം ഒരിക്കൽ കൃമികൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി, കഴിക്കാൻ കിട്ടി കഴിഞ്ഞാൽ അവര് നിർത്തത്തില്ല. അവര് പിന്നെയും കഴിച്ച് അവര് അവിടെ തന്നെ തൂറി, അവിടെ തന്നെ അത് തന്നെ പിന്നെയും എടുത്ത് കഴിച്ച്, പിന്നെയും തൂറി, പിന്നെ മുട്ടയിട്ട് പെരുകി, ഒരു പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ, പുഴു ആഹാരം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പുഴു മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അതേപോലെ നിന്റെ അച്ഛനും നിന്റെ അമ്മാവനും ഇതേപോലുള്ള ആൾക്കാരാണ്. ഭൗതിക ലോകത്ത് അതിന്റെ തൃപ്തിയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഭൗതികമായിട്ടുള്ള മിസറീസ്, ആക്ച്വലി ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഭൗതികമായിട്ടുള്ള ഹാപ്പിനെസ് എന്നല്ല, ഭൗതികമായിട്ടുള്ള മിസറീസ് അവര് ഹാപ്പിനെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവര്
ബ്രാഹ്മണരുടെ അടുത്ത് വളരെ മെർസിഫുൾ ആണ്, വളരെ ദാനശീലരാണ്. പക്ഷേ അവർ പ്യൂർ വൈഷ്ണവസ് അല്ല. എന്നാൽ അവർ ഓൾമോസ്റ്റ് വൈഷ്ണവരുമാണ്. ഇപ്പം ആരാണോ ഭൗതിക ലോകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ബന്ധനസ്ഥരായിട്ടിരിക്കുന്നത്, അവര് ആത്മീയ ലോകത്ത് അന്ധരായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ജന്മമരണ ചക്രത്തിൽ വരേണ്ടി വരും അവരുടെ കർമ്മഫലമായിട്ട്. എന്നാൽ ഇങ്ങനെയുള്ള വീട്ടില് നീ മാത്രം കൃഷ്ണന്റെ മെർസിയാൽ നീ ഭൗതിക ലോകത്തെ തിരസ്കരിച്ചിട്ട് ആത്മീയ ലോകത്തോട്ട് വരും. ഇതിൽ നിന്ന് നമുക്ക് കൃഷ്ണന്റെ മെർസി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു രഘുനാഥദാസ് ഗോസ്വാമിയെ സ്വീകരിച്ചതിന് ശേഷം നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭു നോക്കുമ്പോൾ 12 ദിവസത്തിൽ 3 നേരെ കഴിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, രഘുനാഥദാസ് ഗോസ്വാമി എങ്ങനെ ഇരിക്കുന്നു, വളരെ മെലിഞ്ഞിരിക്കുന്ന ചെറുക്കൻ. അപ്പൊ ഉടനെ സ്വരൂപ് ദാമോദറിന്റെ അടുത്ത് പറഞ്ഞു, അല്ലയോ സ്വരൂപ് ദാമോദർ, ഞാൻ നിന്നെ ഈ രഘുനാഥദാസിനെ ഏൽപ്പിക്കുന്നു. അല്ല, രഘുനാഥദാസ് ഗോസ്വാമിയെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ സ്വരൂപ് ദാമോദറിനെ ഏൽപ്പിക്കുന്നു, പ്ലീസ് ഇവനെ നിന്റെ സേവകനായിട്ട് സ്വീകരിച്ചിട്ട് ഇവനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ 3 രഘുനാഥാസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഈ രഘുനാഥനെ ഞാനിപ്പം ഇന്നോട്ട് പറയാൻ പെടുന്നത് സ്വരൂപ് ദാമോദറിന്റെ രഘുനാഥൻ എന്നാണ് അറിയപ്പെടാൻ പോണത്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു രഘുനാഥദാസന്റെ കൈ പിടിച്ചിട്ട് സ്വരൂപ് ദാമോദറിനെ ഏൽപ്പിച്ചു. സ്വരൂപ് ദാമോദർ രഘുനാഥദാസ് ഗോസ്വാമിയെ സ്വീകരിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണോ ഇച്ഛ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് രഘുനാഥദാസ് ഗോസ്വാമിയെ ആലിംഗനം ചെയ്തു. ഇതിന് ഒടുവില് രഘുനാഥദാസ് ഗോസ്വാമി ഇത്രയും നാളും കഴിച്ചത് ഫാസ്റ്റിങ്ങും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പം സ്വരൂപ് ദാമോദർ വളരെയധികം പ്രയത്നപ്പെട്ട് പുള്ളിക്കാരനെ കൊണ്ട് കുറച്ച് കഴിപ്പിച്ച്, ഭഗവാൻ ജഗന്നാഥ് പുരിയിലെ പ്രസാദവും കഴിപ്പിച്ച് പുള്ളിക്കാരനെ നിർബന്ധിച്ച് കഴിപ്പിക്കുക ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ലീലയുണ്ട് ഇവിടെ. രഘുനാഥ ഗോസ്വാമി കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ചൈതന്യ മഹാപ്രഭു ഫസ്റ്റ് പറഞ്ഞു, രഘുനാഥ ഗോസ്വാമി അടുത്ത് പോയി പൂരി സമുദ്രത്തിൽ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥനെ കാണാം, അതിനുശേഷം പ്രസാദം കഴിക്കാം എന്ന് പറഞ്ഞു. പോയി രഘുനാഥദാസ് ഗോസ്വാമി കടലിൽ പോയി കുളിച്ചു, അതിനുശേഷം ജഗന്നാഥനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ, ചൈതന്യ മഹാപ്രഭുവിന്റെ പേഴ്സണൽ സെർവന്റ് ആയിട്ടുള്ള ഗോവിന്ദൻ ചൈതന്യ മഹാപ്രഭു കഴിച്ചതിന്റെ ബാക്കി പ്രസാദം കൊടുത്തു. രഘുനാഥ ഗോസ്വാമി വളരെ സന്തോഷത്തോടെ കഴിച്ചു ആദ്യ ദിവസം. ഇനി രഘുനാഥദാസ് ഗോസ്വാമി സ്വരൂപ് ദാമോദറിന്റെ സമീപത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഗുരുവായിട്ട് പോലും കൺസിഡർ ചെയ്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞനുസരിച്ച് ട്യൂട്ടലേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദിവസേന ഗോവിന്ദൻ ചൈതന്യ മഹാപ്രഭു എന്ത് കഴിച്ചിട്ടുണ്ടോ അതിന്റെ റെമിനൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം രഘുനാഥ ഗോസ്വാമി അത് കഴിച്ചു. 6ാമത്തെ ദിവസം രഘുനാഥദാസ് ഗോസ്വാമി എന്താ ചെയ്യുന്നത്, സിംഹദ്വാറിൽ പോകും. ജഗന്നാഥ് പുരിയിലെ സിംഹദ്വാറിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് അവിടെ ഒരു പുഷ്പാഞ്ജലി സെറമണി ഉണ്ട്. അവിടെ പുഷ്പാഞ്ജലി സെറമണി എന്ന് പറഞ്ഞാൽ അവിടെ ചൈതന്യ ജഗന്നാഥ് പുരിക്ക് ഭഗവാന് പുഷ്പ അഞ്ജലി ചെയ്തതിന് ശേഷം ആ ഒരു സെറമണി കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വരും, ഡോക്ടേഴ്സ് അല്ല ഡിവോട്ടീസ് വരും വെളിയിലോട്ട്. അപ്പൊ സെർവൻസ് വരുന്ന സമയത്ത് അവരെ വിളിക്കുന്നത് വിഷയിസ് എന്നാണ്. അവര് വന്നു കഴിഞ്ഞിട്ട് വെളിയിലോട്ട് വരുന്ന സമയത്ത് ഏതെല്ലാം വൈഷ്ണവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ദാനം കൊടുക്കാറുണ്ട്. അപ്പം ഈ സിംഹദ്വാരത്തില് ഏതൊക്കെ വൈഷ്ണവരാണോ ഇങ്ങനെ പിച്ചെടുക്കുന്നത് അവർക്ക് ഈ വിഷയീസ് ദാനം നൽകും. അതൊരു കസ്റ്റമാണ്. അപ്പം വേറെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈഷ്ണവര് സിംഹദ്വാരത്തില് ഈ പുഷ്പാഞ്ജലി നടന്നു കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഭിക്ഷയ്ക്ക് വേണ്ടി നിൽക്കും. ചൈതന്യ മഹാപ്രഭു ഇവിടെ ഗോവിന്ദനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രഘുനാഥ ഗോസ്വാമിക്ക് ആഹാരം കൊടുക്കാൻ. 5 ദിവസം ആഹാരം കഴിച്ചു. 6ാമത്തെ ദിവസം രഘുനാഥ ഗോസ്വാമി അവിടെ എത്തി. ഫുള്ളി ഒന്നും ആശ്രയമില്ല, ഒരു രക്ഷയില്ലാത്ത ആള് പിച്ചെടുക്കുന്ന പോലെ ഈ വിഷയീസ് പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് വരുന്ന ആഹാരം, ദാനം കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങി. നമ്മളൊന്ന് ആലോചിക്കണം, എവിടെ നിന്നാണ് രഘുനാഥ ഗോസ്വാമി ഇവിടെ എത്തുന്നതെന്നുള്ളത്. ആദ്യമേ ഏറ്റവും സുഖലോലുപതയിൽ താമസിക്കുന്നയാള്,
ജഗന്നാഥ്പുരിയിലൊരു യാത്രയിൽ 12 ദിവസത്തിൽ 3 ദിവസമേ കഴിച്ചുള്ളൂ. അതും പാല് അങ്ങനെ വല്ല കിട്ടുവാണെങ്കിൽ വല്ല ഫ്രൈഡ് ഗ്രെയിൻസോ അല്ലെങ്കിൽ അൺകുക്ക്ഡ് ഗ്രെയിൻസോ ഇങ്ങനെയൊക്കെയുള്ള ആഹാരം കഴിക്കുക. ഇതിന് ശേഷം 5 ദിവസം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിലെ പ്രസാദം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊക്കെ ആണെങ്കിൽ അതിന്റെ മണ്ടയിൽ ചാടിപ്പടിക്കും. പക്ഷെ ഇത് പുള്ളിക്കാരൻ 5 ദിവസം കഴിച്ചേ ഉള്ളൂ. 5 ദിവസം കഴിഞ്ഞിട്ട് 6-ാം ദിവസം പുള്ളിക്കാരൻ ഇവിടെ എത്തി. അപ്പൊ റിനൻസിയേഷൻ എത്രയുണ്ടെന്നുള്ളത് രഘുനാഥ ഗോസ്വാമി കണ്ടു വേണം നമ്മൾ പഠിക്കാൻ. ആക്ച്വലി ഇത് പുള്ളിക്കാരനെ ചൈതന്യ മഹാപ്രഭുവിന്റെ മന്ത്രവും ജപിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഇവിടെ ഇരുന്ന് ഭിക്ഷ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭു അറിയുന്നുണ്ടായിരുന്നു. ഈ റിനൻസിയേഷന് കൃഷ്ണനായതുകൊണ്ട് എല്ലാം അറിയാം. വളരെ സന്തോഷമായി. എന്നിട്ട് ഒരു ദിവസം ഗോവിന്ദൻ വന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പറഞ്ഞു, രഘുനാഥ ഗോസ്വാമി ഇപ്പം ഇവിടെ നിന്ന് പ്രസാദമേ എടുക്കാറില്ല, സിംഹദ്വാരത്തിൽ പോയി ഭിക്ഷ എടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇത് വളരെ സന്തോഷമായി. അപ്പൊ എന്നിട്ട് പറഞ്ഞു, രഘുനാഥ ഗോസ്വാമി വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തു. അപ്പൊ ഈ പുള്ളിക്കാരനെ സന്യാസം സ്വീകരിക്കാൻ യോഗ്യനാണെന്ന് കാണിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം സന്യാസം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ നാമമാണ് ജയിക്കേണ്ടത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കുക. ആ രീതി വേണം ജീവിതം നിലനിർത്താൻ. പുള്ളിക്കാരൻ ഒരിക്കലും വേറൊരാളിന് ഒരു വൈരാഗ്യം ഒരിക്കലും വേറൊരാളിന് ഡിപ്പെൻഡന്റ് ആവാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ കൃഷ്ണൻ അവനെ റിജക്റ്റ് ചെയ്യും. കാരണം ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിരിക്കണം കൃഷ്ണൻ എന്നുള്ള രീതി. കാരണം ഒരു വൈരാഗ്യം ഒരിക്കലും ആഹാരത്തിന്റെ പല പല ടേസ്റ്റില് വീഴാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഇന്ന് ബിരിയാണി കഴിച്ചു, നാളെ എന്താണ് മസാല ദോശ, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി, അങ്ങനെ നമുക്കാണെങ്കിൽ ഒരേ നേരം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ ഒരേ സാധനം എല്ലാ ദിവസവും 3 പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ നമ്മൾ മനമെടുത്തു പോകും. നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വേണം അല്ലെ? പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഒരു വൈരാഗ്യം ഒരിക്കലും ആ ടേസ്റ്റിന്റെ പുറകെ പോകാൻ പാടില്ല. കാരണം എപ്പോഴാണോ ഒരാള് ടേസ്റ്റിന്റെ പുറകെ പോകുന്നത് അവന്റെ സ്പിരിച്വൽ ലൈഫ് തീർന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പറയുന്നത് വൈരാഗ്യമൊക്കെയാണ്. നമുക്ക് രഘുനാഥദാസ് ഗോസ്വാമിയുടെ വൈരാഗ്യമാണ് പറയണത്. അപ്പൊ നമ്മളതിൽ കേട്ട് പേടിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പം കനിഷ്ഠ അധികാരിയായിട്ട് നിൽക്കുമ്പം നമ്മൾക്ക് പലർക്കും, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം പറയാം, എന്നെ ഈ സ്പിരിച്വൽ ലൈഫിലോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇസ്കോണിലോട്ട് കൊണ്ടുവന്നത് പ്രസാദമാണ്. ഞാൻ ഉള്ളിയും വെളുത്തുള്ളില്ലാത്ത ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്കോണിൽ വന്നത്, പ്രോഗ്രാമിന് വന്നതും. പിന്നെ എനിക്ക് പ്രോഗ്രാമിൽ ഞാൻ എല്ലാ ദിവസവും വരാൻ തുടങ്ങിയതും അങ്ങനെ വൈഷ്ണവരുടെ മെർസി കിട്ടിയതും. അപ്പം കനിഷ്ഠാധികാരികൾക്ക് പ്രസാദമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഭുപാദർ പ്രസാദത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും നല്ല ഇഷ്ടംപോലെ പ്രസാദം കൊടുക്കും. പക്ഷെ ഇത് അതിനുശേഷം നമ്മൾ സ്പിരിച്വൽ ലൈഫിൽ വന്നതിന് ശേഷം പ്രോഗ്രസ് ചെയ്യുന്നതിന്, സ്പിരിച്വലി നമ്മൾ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ആഹാരത്തിന്റെ അടുത്തുള്ള താല്പര്യം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ലെവലിലുള്ള ഇൻസ്ട്രക്ഷനാണ് ഇത്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഒരു സന്യാസി ആവുന്ന ആൾക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം എപ്പോഴും ചെയ്യും. പിന്നെ എന്താണോ കിട്ടുന്നത്, അത് എന്താണോ കൃഷ്ണൻ സപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച്, ചിലപ്പോൾ വെജിറ്റബിൾസ് ആയിരിക്കാം, ചിലപ്പോൾ കരിയില ആയിരിക്കാം, ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കാം, നട്ട്സ് ആയിരിക്കാം, അതനുസരിച്ച് ജീവിക്കുക. അല്ലാതെ ഇന്നത് വേണം, ഇന്നത് മാത്രമേ കഴിക്കൂ, അല്ലെങ്കിൽ ഇന്നതേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ എന്താണോ കിട്ടുന്നത് അത് വെച്ച് സമ്മാനിപ്പിക്കും. അപ്പൊ ഈ രീതിയിൽ എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ, ആരാണോ ടങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് അവന് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ ജെനിറ്റൽസിനെയും ബോഡിയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ശരീരത്തെയും ജനനേന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് കൃഷ്ണനെ ഒരിക്കലും കിട്ടില്ല. അങ്ങനെ രഘുനാഥ് ഗോസ്വാമിയെ പ്രകീർത്തിച്ചു. നമുക്കും, നമ്മളെല്ലാം ഗൃഹസ്ഥരാണ്, നമുക്ക് ആഹാരം കഴിക്കാൻ ഇഷ്ടംപോലെ, നമ്മളെല്ലാം പറയുന്നത് എന്താണ്, കൃഷ്ണന് വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാനല്ല പറയണത്. നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് നമ്മളൊരു ദീർഘദൂരത്തിന്റെ ഒരു പ്ലാനിങ് വേണം. ഓക്കെ, ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞെങ്കിലും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും എന്നുള്ള ഒരു ചിന്ത വരണം നമ്മുടെ മനസ്സിൽ. അതിനാണ് ഇത് ഇവിടെ പറയുന്നത് തന്നെ. അപ്പൊ രഘുനാഥ സ്വാമി ഇങ്ങനെ
പിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. സ്വരൂപ് ദാമോദരന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സ്വരൂപ് ദാമോദരനെ ഗുരുവായിട്ടല്ലേ പറഞ്ഞേക്കുന്നത് ചൈതന്യമാവും, അതുകൊണ്ട് സ്വരൂപ് ദാമോദരന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഒരു സബ്മിറ്റ് ചെയ്തു, ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ ഞാന് എന്തിനാണ് എൻ്റെ ഗൃഹസ്ഥാശ്രമം ജീവിതം വിട്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ലക്ഷ്യബോധമില്ലാത്ത യാത്രികനെ പോലെയാണ്. അതുകൊണ്ട് അങ്ങ് ദയവായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ ഇതിനു മുമ്പ് രഘുനാഥ ഗോസ്വാമി ഡയറക്റ്റ് ആയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല, ഒരു റിക്വസ്റ്റും ചെയ്തിട്ടില്ല. എന്തെല്ലാം റിക്വസ്റ്റ് ഉണ്ടോ അതെല്ലാം സ്വരൂപ് ദാമോദർ വഴിയേ പോയിട്ടുള്ളൂ. സ്വരൂപ് ദാമോദർ അടുത്ത ദിവസം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പം രഘുനാഥദാസ് ഗോസ്വാമിയുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തു. രഘുനാഥദാസ് ഗോസ്വാമിക്ക് തന്റെ സേവ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളത്. അപ്പോ ചൈതന്യ മഹാപ്രഭു വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു, രഘുനാഥ ഗോസ്വാമി രഘുനാഥ ഗോസ്വാമി പറഞ്ഞു, ഞാൻ ഓൾറെഡി സ്വരൂപ് ദാമോദറിനെ ഞാൻ ഗുരുവായിട്ട് വെച്ചിട്ടുണ്ടല്ലോ രഘുനാഥ ഗോസ്വാമി, അതുകൊണ്ട് എന്തെല്ലാം സ്വരൂപ് ദാമോദർ പറയുന്നു അതങ്ങ് ചെയ്താൽ മാത്രം മതി. എനിക്ക് ആക്ച്വലി സ്വരൂപ് ദാമോദറിന്റെ അത്രയും വിവരം ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് എൻ്റെ അടുത്ത് നീ ഇൻസ്ട്രക്ഷൻ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ സാധാരണ വിഷയീ ജനങ്ങളുമായിട്ട് സംസാരിക്കരുത്, ഇടപഴകരുത്, അവരുടെ കൂടെ ഇരുന്ന് കഴിക്കരുത്. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എന്താ പറയാ ഒപ്പുലന്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. നല്ലതായിട്ട് ഡ്രസ് ചെയ്യരുത്. നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നല്ല പട്ട് ഭയങ്കര എക്സ്ട്രാവഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യരുത്. ഒരാളുടെ ഇന്നും മാനം പ്രതീക്ഷിക്കല്, എന്നാൽ മറ്റുള്ളവർക്കെല്ലാം മാനം കൊടുക്കണം. ആ മാനിന മാനദേന എന്നുള്ള രീതി. അതേപോലെ 24 hours കൃഷ്ണന്റെ നാമം ജപിക്കുക. നിന്റെ മനസ്സിനകത്ത് കൃഷ്ണനും രാധയ്ക്കും സേവ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഇനി ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്വരൂപ് ദാമോദർ തരും എന്ന് പറഞ്ഞു. ഏതൊരു വ്യക്തിയാണോ തന്നെ സുനാഥ എന്നുള്ള ഇതുപോലെ ഒരു പുല്ലിനെ പോലെ വിനയം സ്വീകരിക്കുകയും തരോരപ്പി സഹിഷ്ണ മരത്തെ പോലെ സഹിഷ്ണുത കാണിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ചാൻഡ് ചെയ്യാൻ പറ്റൂ. ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്ക് മാത്രമേ കൃഷ്ണന് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ക്വാളിറ്റീസ് നമ്മൾ നീ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇത് ആക്ച്വലി ചൈതന്യ മഹാപ്രഭു നമുക്കെല്ലാം തരുന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. നമുക്കറിയാം, 6 അഷ്ടാധ്യായത്തിലുള്ളതാണ്. രഘുനാഥദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ നമിച്ചതിന് ശേഷം പോയി. ഒന്നാലോചിക്കുക, ഇത്രയും വിരക്തിയുള്ള ആൾക്ക് ചൈതന്യ മഹാപ്രഭു ഇനിയും വിരക്തി വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ശരിക്കുള്ള സ്റ്റാൻഡേർഡ് എത്രമാത്രം ഹയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ സമയത്താണ് ബംഗാളിൽ നിന്ന് ഡിവോട്ടീസ് എത്തി. അവിടെ വെച്ച് ശിവാനന്ദ സേനന്റെ അടിയിലുള്ള എല്ലാ ഡിവോട്ടീസും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു. അപ്പോഴാണ് രഥയാത്രയ്ക്ക് മുമ്പാണ് ഗുണ്ടീജ മർജനം. അതിനെല്ലാം ചൈതന്യ മഹാപ്രഭു ലീഡ് ചെയ്യുകയും രഘുനാഥ ഗോസ്വാമിയെ എല്ലാ ഡിവോട്ടീസും കണ്ടു. അപ്പൊ ശിവാനന്ദ സേന ഉടനെ പറഞ്ഞു, ഓ നിന്റെ അച്ഛന് 10 പടയാളികളെ അയച്ചിരുന്നു നിന്നെ അന്വേഷിച്ച്. എന്നിട്ട് അവസാനം ഒരു ലെറ്റർ അയച്ചു കൊടുത്തു, എൻ്റെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് ജഹങ്കാരെ വെച്ച് നടന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രഘുനാഥ ഗോസ്വാമിക്ക് അതൊന്നും ഇപ്പൊ മാറ്ററേ അല്ല. അതിനുശേഷം 4 മാസം ശേഷം താമസിച്ചതിന് ശേഷം ഡിവോട്ടീസ് എല്ലാം ബംഗാളിലെത്തി. അപ്പം ശിവാനന്ദ സേന രഘുനാഥന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, രഘുനാഥദാസ് അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛന് നെഞ്ചിൽ ഇടിപ്പായി. അയ്യോ, ചൈതന്യ മഹാപ്രഭുവിനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ കിട്ടത്തില്ല. പക്ഷേ എന്നിട്ടും എന്താ പറയണേ, അച്ഛന് ആ മോന്റെ അടുത്തുള്ള ആഗ്രഹം കാരണം ഒരു ലെറ്റർ ആളെ വിട്ടിട്ട് അയച്ചു. ചൈതന്യ മഹാപ്രഭുവിന്റെ എങ്ങനെയും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഒരു ലെറ്റർ അയച്ചു, എൻ്റെ മകനെ നിങ്ങൾ വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വരൂപല്ല ശിവാനന്ദ സേന പറഞ്ഞു, ഇങ്ങനെ എന്തെല്ലാം അയച്ചാലും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ശരണം പ്രാപിച്ചു കഴിഞ്ഞു, ഇനി എന്തായാലും പുള്ളിക്കാരനെ വീട്ടിൽ വരാൻ പോകുന്നില്ല. പുള്ളിക്കാരനെ പൂർണ്ണമായിട്ടും വൈരാഗിയായിട്ടും സന്യാസമായിട്ടാണ് ജീവിക്കുന്നത്.
ആകെപ്പാടെ 4 hours, 4 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ. രാവിലെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പുള്ളിക്കാരൻ ചാൻഡിങ് ഞാൻ ചെയ്യുന്നത്. പുള്ളിക്കാരൻ പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് വരുന്ന സിംഹദ്വാരത്തിൽ ഇരുന്ന് എന്താ പറയണേ, ഭിക്ഷ യാചിച്ചാണ് ഇപ്പൊ ആഹാരം കഴിക്കുന്നത്. അവിടെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിലെ പ്രസാദം കൊടുത്തിട്ട് പോലും സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രഘുനാഥദാസ സ്വാമിയുടെ അച്ഛന് വളരെയധികം സങ്കടമായി, അമ്മയ്ക്കും സങ്കടമായി. ഉടനെ തന്നെ 400 സ്വർണ്ണാഭരണങ്ങളും 2 എന്താ പറയണ ദാസന്മാരെയും കുറച്ച് പടയാളികളെയും വിട്ടിട്ട് ഒരു ബ്രാഹ്മണനെയും ചേർത്ത് ശിവാനന്ദ സേന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഇവരെല്ലാം ജഗന്നാഥ്പുരിയിലോട്ട് വിടുക, എന്നിട്ട് ഈ പൈസ വെച്ചിട്ട് രഘുനാഥദാസ് ഗോസ്വാമി ജീവിക്കട്ടെ, ആഹാരം കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കും, ബ്രാഹ്മണനുണ്ട് സേവ ചെയ്യാൻ, ഇതെല്ലാം ചെയ്യട്ടെ ഓ ഇതെല്ലാം ചെയ്തിട്ട് ഗോസ്വാമിയുടെ അടുത്തെത്തി ഇവരെല്ലാം. അപ്പം രഘുനാഥദാസ് ഇതിലൊന്നും സ്വീകരിച്ചില്ല. ഇവരെല്ലാം തിരിച്ചയക്കുകയും ജഗന്നാഥ്പുരിയിൽ ഞാൻ ഇനി സന്യാസിയാണ്, ഒരു എന്താ പറയണ പൈസയായിട്ട് ഒരു ഇടപാടും എനിക്ക് വേണ്ട എന്നുള്ള ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ എടുക്കുകയും ഈ പൈസയും ആൾക്കാരെയും എല്ലാം റിജക്റ്റ് ചെയ്തു. അപ്പം ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ബ്രാഹ്മണൻ മറ്റുള്ള ഒരു സെർവന്റും പൈസയും വെച്ച് അവിടെ തന്നെ താമസിക്കുന്നു. എന്നിട്ട് അപ്പൊ റിജക്റ്റ് ചെയ്തു, രഘുനാഥസ്വാമി റിജക്റ്റ് ചെയ്തു, ബ്രാഹ്മണൻ തിരിച്ചു പോയില്ല, അവിടെ തന്നെ താമസിക്കുകയാണ്. രഘുനാഥസ്വാമി ഒരു പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവിനെ വീട്ടിൽ വിളിച്ചു. അപ്പം കുറച്ചു നാളത്തേക്ക് എന്താ പറയാ, അപ്പം ചൈതന്യ മഹാപ്രഭുവിനെ വിളിക്കുമ്പോൾ ആഹാരം കൊടുക്കണം. അതുകൊണ്ട് ഈ പൈസയിൽ കുറച്ചെടുത്തിട്ട് ചൈതന്യ മഹാപ്രഭുവിന് ആഹാരം കൊടുക്കാൻ ബ്രാഹ്മണൻ സഹായിക്കുന്നു. ജഗന്നാഥസ്വാമി ഇങ്ങനെ കണ്ടിന്യൂസ് ചൈതന്യ മഹാപ്രഭുവിനെ വിളിക്കുന്നുണ്ട്. 2 വർഷം ചൈതന്യ മഹാപ്രഭുവിനെ ആഹാരം കഴിക്കാൻ വിളിച്ചു രഘുനാഥസ്വാമി. രഘുനാഥസ്വാമിക്ക് ആ ബ്രാഹ്മണൻ അച്ഛനും കൊടുത്ത വെച്ച പൈസയിൽ ഇൻഡയറക്ട്ലി ചൈതന്യ മഹാപ്രഭുവിന്റെ സേവയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം രഘുനാഥസ്വാമി അല്ല ചൈതന്യ മഹാപ്രഭു സ്വരൂപദാമോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തു പറ്റി രഘുനാഥസ്വാമി എന്നെ ഇപ്പം വിളിക്കുന്നില്ലല്ലോ ആഹാരത്തിന്, എന്ത് പറ്റി? അപ്പൊ പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് സ്വരൂപദാമോദർ പറഞ്ഞു, ആക്ച്വലി എന്റെ അടുത്ത് രഘുനാഥദാസൻ പറഞ്ഞിരുന്നു, ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ചൈതന്യ മഹാപ്രഭു മറ്റുള്ള ഭൗതികവാദികളുടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കും, പക്ഷെ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സ് തൃപ്തമാവുന്നില്ല. ഓ സോറി, 5:30 നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. ഈ ലീല നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സമയമായി കഴിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭുജി. സോറി പ്രഭു, ഞാൻ സമയം നോക്കില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ